ഫിജി എന്തായാലും മനുഷ്യ മനസ്സാക്ഷി മരവിച്ചു പോകുന്ന വിധത്തിലുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ ചൂരൽമലയിൽ നിന്നും ഉള്ളത്. ഈ ഇപ്പോൾ നമുക്ക് രക്ഷാപ്രവർത്തനത്തിന്റെ ഹെലിക്യാം ചിത്രങ്ങളും വീഡിയോയും ലഭിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഉടൻ തന്നെ ലഭ്യമാക്കാം. എന്തായാലും ഈ ദുരന്തത്തിൽ മരണസംഖ്യ 245 കവിയുന്നു. ഇനിയും കൂടുതൽ ആളുകൾ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങളെല്ലാം തന്നെ കണ്ടെടുക്കേണ്ടതുണ്ട്. ഈ ആംബുലൻസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ചൂരൽമല പ്രദേശത്ത് ആംബുലൻസുകളുടെ എണ്ണം പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചതായി ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചിരിക്കുന്നു. ചൂരൽമലയിലും സമീപത്തും ആവശ്യത്തിൽ കൂടുതൽ ആംബുലൻസുകൾ ഉള്ളത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് 25 ആംബുലൻസ് മാത്രമേ ദുരന്ത സ്ഥലത്ത് ആവശ്യമുള്ളൂ എന്ന് കളക്ടർ പറയുന്നു. ബാക്കി 25 ആംബുലൻസുകൾ പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യണം. ഫയർ എഞ്ചിൻ ദുരന്ത സ്ഥലത്ത് നിന്നും പോളിടെക്നിക് കോളേജിൽ 2 പാർക്ക് ചെയ്യേണ്ടത്. ബാക്കിയുള്ളവ അകലെ സൗകര്യപ്രദമായ സ്ഥലത്ത് പാർക്ക് ചെയ്യണമെന്നൊരു നിർദ്ദേശം കളക്ടർ അറിയിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ ത്രിമാന ദൃശ്യങ്ങൾ, ദുരന്തത്തിന്റെ ത്രിമാന ദൃശ്യങ്ങൾ ഇപ്പോൾ ഡെസ്കിന് ലഭ്യമാക്കിയിട്ടുണ്ട്. അത് അടിയന്തരമായി തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് ലഭ്യമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ എടുത്ത് പറയേണ്ടുന്ന മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് ബെയിലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ഈ കനത്ത മഴയെ തുടർന്ന് പുഴയിൽ വെള്ളം പൊങ്ങിയിരുന്നു. ആ സമയത്ത് ബെയിലി പാലം മുങ്ങിപ്പോകാവുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ബെയിലി പാലം വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ ത്വരിതപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. നിലവിൽ എല്ലാവരും, അതായത് ഗവർണർമാരും മന്ത്രിമാരും നേതാക്കളും എല്ലാം ദുരന്ത മേഖലയിൽ എത്തിയിരുന്നു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയിരുന്നു. ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള എത്തിയിരുന്നു. പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഇവരെല്ലാം തന്നെ ക്യാമ്പുകളും ആരോഗ്യ കേന്ദ്രങ്ങളും സന്ദർശിക്കുകയുണ്ടായി. സംസ്ഥാന മന്ത്രിമാരായ K രാജൻ, PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, GR അനിൽ, VN വാസവൻ, വീണ ജോർജ്, K കൃഷ്ണൻകുട്ടി, V അബ്ദുറഹ്മാൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, OR കേളു എന്നിവർ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും സ്ഥലത്തുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, MK രാഘവൻ MP, സ്ഥലം MLA കൂടിയായ T സുദ്ദീഖ്, മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല MLA, മുൻ ആരോഗ്യമന്ത്രിയായ KK ശൈലജ MLA, സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, വണ്ടൂർ MLA AP അനിൽകുമാർ തുടങ്ങിയ ജനപ്രതിനിധികൾ അടക്കം ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. മറ്റൊരു മുന്നറിയിപ്പ് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ജില്ലയിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിലും മുൻ വർഷങ്ങളിൽ ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിലുമുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിക്കുന്നു. കുറുമ്പാലക്കോട്ട, ലക്കിടി, മണിക്കുന്ന്, ഒരിക്കൽ കൂടി പറയാം, കുറുമ്പാലക്കോട്ട, ലക്കിടി, മണിക്കുന്നുമല, മുട്ടിൽ, കോൽപ്പാറ കോളനി, കാപ്പിക്കളം, സുഗന്ധഗിരി, പൊഴുതന പ്രദേശങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണം. അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇവർ ക്യാമ്പിലേക്ക് മാറാൻ തയ്യാറാകണം. അതായത് ഇവിടെ നിന്നും ക്യാമ്പിലേക്ക് മാറാൻ ആവശ്യം ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി, ഒന്നിലധികം നമുക്ക് എത്ര ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് പോലും ഇതുവരെ കണക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ ഇനിയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ വലിയൊരു അപകട മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത്. അതനുസരിച്ച് ഭരണകൂടങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ഇടപെടുന്നുണ്ടോ? എല്ലാ വിഭാഗവും ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, ഇന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ ഒരു ഏറ്റുമുട്ടലിന്റെ പാതയിൽ വരെ എത്തി. ചില വിശകലനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറുന്ന സാഹചര്യം, അല്ലെങ്കിൽ ചില തിരുത്തലുകൾ വരുത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ചു, അമിത്ഷാ കുറ്റപ്പെടുത്തി, മുഖ്യമന്ത്രി ഇത് തിരുത്തി, അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ. പക്ഷെ അതൊരു സൈഡിൽ നിൽക്കട്ടെ. അതിനിടയിൽ ഈ മുന്നറിയിപ്പുകൾ ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യം അങ്ങനെ ക്രിയാത്മകമായി ഒരുക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ജനങ്ങൾ അങ്ങനെ ഒരു മാറാൻ അവർ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഏതൊക്കെ മേഖലകളാണ്, ഒന്നും കൂടി പറയാമോ? തീർച്ചയായും ഒരിക്കൽ കൂടി ഞാനത് പറയാം. ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളും കഴിഞ്ഞ തവണ ഉരുൾപൊട്ടിയതുമായ പ്രദേശങ്ങളാണ് ഇത്. കുറുമ്പാലക്കോട്ട, ലക്കിടി, മണിക്കുന്നുമല, മുട്ടിൽ, കോൽപ്പാറ കോളനി, കാപ്പിക്കളം, സുഗന്ധഗിരി, പൊഴുതന. ഈ പൊഴുതനയിലൊക്കെ 2018 വലിയ പ്രളയം നേരിട്ട സ്ഥലമാണ്. ഇപ്പോഴും ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായൊക്കെ അവിടെ പോകേണ്ടി വന്ന ഒരാളെന്ന്
നിലയിൽ ഈ പൊഴുതനയിലൊക്കെ നമ്മൾ പോയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അന്ന് നിരവധിയായ മനുഷ്യരാണ് അവിടെ എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നത്. അവർ വീടുകളിലേക്ക് പോകാൻ ആവാതെ വീടുകളിൽ ചെളിവെള്ളം ഇരച്ചു കയറിയത് മൂലം ഉള്ള ഒരു പ്രതിസന്ധി നേരിട്ട നിരവധി മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു. അന്നത്തെ ദുരന്ത ഭൂമിയിൽ ഇന്ന് അതിനേക്കാൾ വലിയ ദുരന്തമാണ് മുണ്ടക്കൈ മേഖലയിലും ചൂരൽമലയിലും അട്ടമലയിലുമായി ഈ മേപ്പാടിയുടെ പരിസരത്ത് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ മുന്നറിയിപ്പ് അവഗണിക്കരുത് എന്ന ഒരു എളിയ അഭ്യർത്ഥന തന്നെയാണ് നമുക്കും നൽകാനുള്ളത്. കാരണം നേരത്തെ ഈ അട്ടമലയിലും ചൂരൽമലയിലും ഒപ്പം മുണ്ടക്കൈയിലുമെല്ലാം തന്നെ ഇതുപോലൊരു മുന്നറിയിപ്പ് ഉരുൾപൊട്ടൽ സംബന്ധിച്ച് ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം അടക്കം നൽകിയിരുന്നു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അത് നൽകിയിരുന്നു. അന്ന് അവിടെ നിന്നും പരമാവധി ആളുകൾ ഒഴിഞ്ഞു പോയവരുണ്ട്. എന്നാൽ സ്വന്തം സ്ഥാപനം വിട്ട് ഒഴിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ക്ഷമിക്കണം സ്വന്തം സ്വത്തുക്കൾ വിട്ട് ഒഴിഞ്ഞു പോകുന്നതിന് തയ്യാറാകാതിരുന്നവർ, എന്നാൽ മറ്റ് ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കാൻ സൗകര്യമില്ലാത്ത പാവങ്ങളിൽ പാവങ്ങളായ സാധാരണക്കാർ, അവരൊക്കെയാണ് ഇന്ന് മണ്ണിനടിയിൽ പുതഞ്ഞ് ജീവച്ഛവമായി കിടക്കേണ്ടി വന്ന ആ വലിയ മനുഷ്യർ എന്ന് പറയുന്നത്. അതിന്റെ എണ്ണം, അതിന്റെ വ്യാപ്തി 245 കവിയുന്നു എന്നുള്ളതാണ്. ആ മരണസംഖ്യ രാത്രിയിലും ഇപ്പോൾ പാലം നിർമ്മാണത്തിന്റെ പ്രവൃത്തി തുടരുന്നുണ്ട്. അവിടെ വളരെയധികം ദുഷ്കരമായ ഒരു സാഹചര്യമാണ്. ബെയിലി പാലം നിർമ്മാണം രാത്രിയും തുടരുമെന്ന് സൈന്യം അറിയിക്കുകയാണ്. എന്തായാലും ഈ ഒരു ഉരുൾപൊട്ടലിന്റെ രക്ഷാദൗത്യം രാത്രിയിലും തുടരാൻ സൈന്യം തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ പ്രവർത്തനങ്ങളുമായി സൈന്യം മുന്നോട്ട് പോകുന്നു. അതിന്റെ ദൃശ്യങ്ങൾ കൂടി ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ തീർച്ചയായും ഞങ്ങളും അത് പ്രതീക്ഷിക്കുകയാണ്. നമ്മളത് പ്രേക്ഷകരെ ഉടൻ തന്നെ എത്തിക്കും. റിയാസ്, ഒരു കാര്യം, ഈ ബെയിലി പാലം പണി രാത്രിയിലും പണി നടക്കുകയാണല്ലേ? ഇപ്പോൾ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ? കാരണം രാത്രിയാണ്, ഇരുട്ടാണ്, അതുകൊണ്ട് തന്നെ വലിയ മലവെള്ളപ്പാച്ചിലാണ് ഒക്കെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ മഴ അവിടെ മാറി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. തെരച്ചിൽ ഏതൊക്കെ പ്രദേശങ്ങളിൽ ഇപ്പോഴും തുടരുന്നുണ്ട്? അതുപോലെ തന്നെ ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായാൽ എത്രയധികം ആൾക്കാരെ രക്ഷപ്പെടുത്താനാവും? ആ വിശദാംശങ്ങൾ ഒന്ന് നൽകാമോ? ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി മുണ്ടക്കൈ മേഖലയിലേക്ക് ഹിറ്റാച്ചി, JCB, മറ്റ് സംവിധാനങ്ങൾ, ടിപ്പറടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന പരമാവധി ചെളി, ഇനിയിപ്പോൾ എത്ര സംവിധാനങ്ങൾ കൊണ്ടുവന്നാലും ആ ചെളി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അത്രയും മനസ്സിലാകാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ അവിടെ മഴ പെയ്യുന്നുണ്ട്. ബെയിലി പാലം നിർമ്മാണം നടക്കുന്ന ചൂരൽമല മേഖലയിൽ മഴ പെയ്യുന്നു എന്നുള്ള വളരെ സങ്കടകരമായ ഒരു സാഹചര്യം. പക്ഷെ അപ്പോഴും സൈന്യം തോറ്റു പിന്മാറാറില്ല എന്നുള്ളത് തന്നെയാണ്. പ്രകൃതി സൃഷ്ടിക്കുന്ന പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനാണ് ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചിരിക്കുന്നത്. നാടിന്റെ ഒരു അഭിമാനമായി സേന മാറുന്നു എന്നുള്ളത് അവർ കേവലം അതിർത്തികളിൽ കാവൽ നിൽക്കാൻ മാത്രമല്ല, നമ്മുടെ ജീവന് കാവൽ നിൽക്കാനും ഇന്ത്യൻ സേനയുണ്ട് എന്ന തോന്നുന്ന നിമിഷങ്ങൾ. എന്തായാലും ആ ദൃശ്യങ്ങൾ ഡെസ്കിലേക്ക് ലഭ്യമാക്കുകയാണ്. ബെയിലിപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടതിന്റെ ഈ ദൃശ്യങ്ങൾ, അവിടെ ലൈറ്റുകൾ ക്രമീകരിച്ചത് കാണാം നമുക്ക്. ആ ദൃശ്യങ്ങളിൽ അത് ഉടൻ തന്നെ PCR-ലേക്ക് ലഭ്യമാക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി ലഭ്യമാക്കുന്നു. അതിന് തൊട്ടു മുകളിലായി തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ ആകാശ ദൗത്യത്തിന്റെ ചിത്രങ്ങൾ, ഇന്നത്തെ ആകാശ ചിത്രങ്ങൾ, ഒപ്പം തന്നെ ദൗത്യത്തിന്റെ ചിത്രങ്ങൾ, വലിയ മലവെള്ളപ്പാച്ചിലിന് നടുവിൽ നിന്ന് വടം കെട്ടി രക്ഷാപ്രവർത്തനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകരായ മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യർ, മനുഷ്യനെ തിരിച്ചറിയുന്ന മനുഷ്യർ, അവരുടെ രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങളാണ് ഉള്ളത്. ഒപ്പം തന്നെ ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ കൂടി ലഭ്യമാക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. എന്തായാലും ഈ ബെയിലി പാലം വരുന്നതോടുകൂടി ഏറെ ഗുണം ചെയ്യുന്നത് ഈ രക്ഷാദൗത്യത്തിന് തന്നെയാണ് എന്നുള്ളതാണ്. ഈ രക്ഷാദൗത്യം കൂടുതൽ കാര്യക്ഷമമാകും, കാരണം കൂടുതൽ എളുപ്പമാകും എന്നുള്ളതാണ്. ഉരുൾപൊട്ടൽ ഒറ്റപ്പെട്ടുപോയ മുണ്ടക്കൈയിലേക്കാണ് ചൂരൽമലയിൽ നിന്നും ഈ ബെയിലി പാലം നിർമ്മിക്കുന്നത്. അത് നാളെ വൈകുന്നേരത്തോടുകൂടി, August 1 വൈകുന്നേരത്തോടുകൂടി പൂർത്തിയാകുമെന്നാണ് അറിയിക്കുന്നത്. ഇന്ന് രാത്രി കൂടി ഇതിന്റെ നിർമ്മാണം തുടരാൻ സേന തീരുമാനിക്കുന്നതോടെ ഒരുപക്ഷെ നാളെ ഉച്ച കഴിഞ്ഞത് പൂർത്തിയാകുമായിരിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. 190 അടി നീളത്തിലാണ് പാലം നിർമ്മിക്കുന്നത്. ബെയിലി പാലത്തിന്റെ പ്രത്യേകതകളാണ്
ഫിജി ഞാൻ ഇനി പറയുന്നത്. അതായത് ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കൈയിലേക്ക് ചൂരൽമലയിൽ നിന്നുമാണ് ബെയിലി പാലം നിർമ്മിക്കുന്നത്. അത് ഓഗസ്റ്റ് 1 വൈകുന്നേരത്തോടു കൂടിയാണ് പൂർത്തിയാകുക. 190 അടിയാണ് ഇതിന്റെ നീളം. ഈ പാലത്തിന്റെ 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലമാണിത്. അങ്ങനെ 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ഭാരമേറിയ യന്ത്രസാമഗ്രികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിറ്റാച്ചി, JCB, ടിപ്പർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ബെയിലി പാലത്തിലൂടെ എത്തിക്കാൻ സാധിക്കും. എന്തായാലും ഈ പുഴയ്ക്ക് വലിയ നീളം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പുഴയുടെ മധ്യത്തിൽ തൂൺ സ്ഥാപിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം എളുപ്പമാകും. ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമാണ് പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാമഗ്രികൾ ചൂരൽമലയിലേക്ക് എത്തിക്കുന്നത്. ഡൽഹിയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം വഴിയാണ് സാമഗ്രികൾ എത്തിച്ചത്. അതിനുശേഷം വയനാട്ടിലേക്ക് 17 ട്രക്കുകളിലായാണ് ഇത് ഇപ്പോൾ എത്തിക്കുന്നത്. അത് രാത്രിയോടുകൂടി കണ്ണൂരിൽ നിന്നുള്ള ഈ ട്രക്കുകളിലുള്ള വാഹനമെത്തും. ഈ ട്രക്കുകളുടെ യാത്ര അത് പരമാവധി പൊതുജനങ്ങൾ ആ യാത്രയോട് സഹകരിക്കണം. കാരണം നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ്, ജീവനറ്റുപോയ സഹോദരങ്ങളെ കണ്ടെത്താനാണ് ഇത്തരമൊരു പാലം നിർമ്മിക്കുന്നത് എന്ന ബോധം എല്ലാവർക്കും ഉണ്ടാകണം. അതിനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണ്ണൂരിൽ നിന്ന് വരുന്ന ബുധനാഴ്ച വൈകിട്ട് കണ്ണൂരിലെത്തുന്ന രണ്ടാമത്തെ വിമാനത്തിൽ നിന്നുള്ള സാമഗ്രികൾ 15 ട്രക്കുകളിലായി രാത്രിയോടെ ചൂരൽമലയിലെത്തും. അങ്ങനെ വരുന്ന വാഹനങ്ങൾക്ക് വഴിമാറിക്കൊടുക്കണം, വഴിയൊരുക്കണം എന്നുള്ളതാണ്. ബംഗളൂരുവിൽ നിന്നും കരമാർഗവും സാമഗ്രികൾ ചൂരൽമലയിൽ എത്തിത്തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. കേരള ആൻഡ് കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ VT മാത്യുവിന്റെ നേതൃത്വത്തിലാണ് കരസേനയുടെ ഈ രക്ഷാദൗത്യം ഏകോപിപ്പിക്കുന്നത്. കരസേനയുടെ 100 പേർ കൂടി രക്ഷാദൗത്യത്തിനായി ദുരന്തമുഖത്തേക്ക് എത്തുന്നു എന്ന ഒരു വാർത്ത കൂടി നൽകുന്നു. 100 പേർ കൂടി. ഇപ്പോൾ തന്നെ കരസേനയുടെ വലിയ ഒരു സംഘം ഇവിടെയുണ്ട്. അതിന് പുറമെയാണ് 100 പേർ. ഒപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ സ്നിപ്പർ നായകൾ വരുന്നു. അവർക്ക് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ അവയെ കണ്ടെത്താൻ സാധിക്കും. അതിൽ മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ പ്രത്യേക പരിശീലനം സിദ്ധിച്ച സ്നിഫർ നായകൾ വരുന്നു. ബുധനാഴ്ച രാത്രിയോടുകൂടിയാണ് സ്നിഫർ നായകർ ഈ ദുരന്ത മേഖലയിൽ എത്തുക. മീററ്റിൽ നിന്നും വ്യോമസേനയുടെ പ്രത്യേക വിമാനത്താവളത്തിലാണ് ഈ സ്നിഫർ നായകളെ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിക്കുക. അതിനുശേഷമായിരിക്കും അവരെ ദുരന്ത മേഖലയിലേക്ക് കൊണ്ടുവരിക. നാളെ ആയിരിക്കും ഈ സ്നിഫർ നായകളുടെ തിരച്ചിൽ. നാളെ രാവിലെയോടുകൂടി തന്നെ ഈ ദുരന്ത ഭൂമിയിൽ തുടങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് കരുതുന്നത്. അങ്ങനെ സൈന്യം സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ഈ രാത്രിയിലും നടത്തുന്നു. അത് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നിർത്താതെ തുടരുകയാണ്. അത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ സഹോദരങ്ങളുടെ ജീവനിച്ചു പോയ സഹോദരങ്ങളെ കണ്ടെത്താൻ വേണ്ടിയാണ്. ഇനി ആരെങ്കിലും ജീവൻ അവശേഷിപ്പുള്ളവർ രക്ഷാകരം തേടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഫിജി ഇപ്പോൾ ഈ നമ്മുടെ സൈന്യം ഇവിടെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അതിന്റെ തീർച്ചയായും റിയാസ്, ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചെത്താം. നമുക്ക് പൊതുവായ ചില അറിയിപ്പുകൾ നൽകിയ ശേഷം തീർച്ചയായും റിയാസ് പറഞ്ഞതുപോലെ എല്ലാവരും കരുതി, ഒരുപക്ഷെ ചിലരെങ്കിലും കരുതി കാണും രാത്രിയാകുന്നു, ഈ രക്ഷാദൗത്യം ഇന്നത്തേക്കിന് അവസാനിപ്പിക്കുമോ നിർത്തിവെക്കുമോ. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. സൈന്യം മുന്നോട്ട് തന്നെ ഇരുട്ടിനെ, കനത്ത മഞ്ഞിനെ ഒക്കെ വകഞ്ഞു മാറ്റി സൈന്യം അതിശക്തമായി രാത്രിയിലും ഇടപെടുകയാണ്. അവരുടെ സാന്നിധ്യം അവിടെ ശക്തമാണ്. എന്തായാലും ഇപ്പോൾ വൈദ്യുതി ആണ് പ്രധാന പ്രശ്നമായി വന്നിരുന്നത്. ഈ ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ അട്ടമലയിൽ ആ പ്രദേശത്ത് വൈദ്യുതി പൂർണ്ണമായും എത്തിച്ചു എന്ന് KSEB അവകാശപ്പെടുന്നുണ്ട്. തകർന്നുപോയ പോസ്റ്റുകൾ മാറ്റിയും ചരിഞ്ഞുപോയവ നിവർത്തിയും 11 kV വൈദ്യുതി ശൃംഖല പുനർനിർമ്മിച്ചു എന്നാണ് KSEB അറിയിക്കുന്നത്. അട്ടമലയിലെ 3 ട്രാൻസ്ഫോമറുകളിലേക്ക് വൈദ്യുതി എത്തിച്ചു. 400ഓളം വീടുകളിലേക്ക് വൈദ്യുതി ഇനിയും എത്തിക്കാനായിട്ടുണ്ട്. ഇതിനോടകം 400ഓളം വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ആ പ്രദേശത്താകെ വെളിച്ചമില്ലായിരുന്നു. ചൂരൽമലയിൽ നിന്ന് താൽക്കാലിക പാലത്തിലൂടെ ശ്രമകരമായി ജീവനക്കാരെയും ഉപകരണങ്ങളെയും അട്ടമലയിൽ എത്തിക്കുകയായിരുന്നു. അങ്ങനെയാണ് KSEB ആ ശ്രമകരമായ ദൗത്യം നിർവഹിച്ച. ദൃശ്യങ്ങൾ വന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രഷർ റിയാസ്, ആ ദൃശ്യം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവിടെ പുരോഗമിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിൽ KSEB മേപ്പാടി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ 2 ടീമുകളായി തിരിഞ്ഞ് ഇന്ന് രാവിലെ